ഹായ് എവരി വൺ, అందరికీ നമസ്കാരം. ഇത് നമ്മുടെ തെലുഗു വീഡിയോ ചെയ്യുന്നതിന്റെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രസ്സിലാണ്. 1ാമത്തെ വീഡിയോയിൽ ഞാൻ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായ ഞാൻ, നീ, നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ അങ്ങനെയുള്ള വാക്കുകളാണ് പറഞ്ഞു തന്നത്. 2ാമത്തെ വീഡിയോയിൽ നമ്മൾ തെലുങ്കിൽ എണ്ണാൻ പഠിച്ചിരുന്നു. 3ാമത്തെ വീഡിയോയിലും 4ാമത്തെ വീഡിയോയിലും തെലുങ്കിലെ 10 ക്രിയകൾ വീതം ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ 10 ക്രിയകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാ, പോ, പിന്നെ പോ എന്നതിന്റെ 2-3 വാക്കുകൾ, പിന്നെ ചെയ്യ്, പറയ്, ചോദിക്കുക, അങ്ങനെയുള്ള കുറച്ച് 10 ക്രിയകൾ ഉണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ വീഡിയോയിൽ, അതായത് ആ തെലുഗു ക്രിയകളുടെ 2ാമത്തെ വീഡിയോയിൽ ഭക്ഷണം കഴിക്കി, കുടിക്ക്, താ, കൊടുക്ക്, സഹായം ചെയ്യുന്ന കുറഞ്ഞ വാക്കുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടുത്തൊരു 10 ക്രിയകളുമായിട്ടാണ്. അപ്പം ഞാൻ മുൻപ് പറഞ്ഞു തന്നിരുന്ന ഒരു ക്രിയ ഉണ്ടല്ലോ, ചെയ്യ് എന്ന് പറഞ്ഞ ക്രിയ. ചെയ്യ് എന്ന് പറയാനായിട്ട് തെലുങ്കിൽ പറഞ്ഞത് ചെയ് എന്നാണ്. അപ്പം ആ ചെയ് ഞാൻ ശരിക്കും ഓർത്തു വെച്ചിരിക്കുക, കാരണം കുറെ വാക്കുകളുടെ ഒപ്പം അവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ പറഞ്ഞു തന്നത് ഓക്കെ, ഭക്ഷണം കഴിക്കുന്ന പറയാനായിട്ട് ഭോജനം ചെയ്യുന്നു പറഞ്ഞിരുന്നായിരുന്നു. പിന്നെ സഹായിക്കാനായിട്ട് സഹായം ചെയ്യുന്നു പറയും. പിന്നെ ജോലി ചെയ്യാനായിട്ട് പണി ചെയ്യുന്നു പറഞ്ഞു. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതിൽ ശരിക്കും 2 എണ്ണം അതേപോലെ ചെയ് എന്ന് പറഞ്ഞ വാക്ക് വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ വാക്ക് സംസാരിക്കൂ എന്ന് പറയാനാണ്. സംസാരിക്കൂ എന്ന് പറയാനായിട്ട് കന്നഡയിൽ പറയുന്നത് മാത്താടു എന്നാണ്. മാത്താടു. അപ്പം ഈ മാത്താടു എന്ന് പറയുന്നത് സംസാര ഭാഷയാണ് കന്നഡയിലെ. അതിനകത്തെ ഒരു അച്ചടി ഭാഷ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒഫീഷ്യൽ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബോസ് നമ്മളെ വിളിച്ച് നമ്മൾ പുള്ളിയുടെ കീഴിൽ ജോലി ചെയ്യുകയാണെങ്കിൽ പുള്ളി മാത്താടു എന്ന് ചിലപ്പം പറഞ്ഞെന്ന് വരില്ല. അപ്പം എന്ന് വെച്ചാൽ ഇത് സംസാര ഭാഷയിലുണ്ട്. അപ്പം കുറച്ചും കൂടി ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവര് മാത്തനാടു എന്ന് പറയും. മാത്തനാടു, മാത്താടു ഇത് രണ്ടും കന്നഡയാണ്. തെലുങ്കില് ഇത് പറയുന്നത് മാട്ലാഡു എന്നാണ്. മാട്ലാഡു. അപ്പം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യം പഠിച്ച ഭാഷ തെലുഗാണ്. ഏറ്റവും ആദ്യമല്ല, കന്നഡയ്ക്ക് മുൻപ് പഠിച്ചത് തെലുഗാണ്. അപ്പം ആന്ധ്രാപ്രദേശിൽ പോയി തെലുങ്ക് പഠിച്ച് മാട്ലാഡു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കന്നഡ പഠിച്ച നേരത്ത് ഞാൻ ഈ മാട്ലാഡു എന്നിടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു ശീലം എനിക്കുണ്ടായിരുന്നു. മാട്ലാഡു. അപ്പം അവർ പറയും മാട്ലാഡു, ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ശരിക്കും അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല, അവരുടെ ഭാഷ അല്ലാത്തത് കൊണ്ട് അവർ പറയും ഇത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്ന്. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഒരു തമിഴൻ വന്നിട്ട് തമിഴിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുള്ളിയോട് ഇഷ്ടമില്ലെങ്കിൽ, അത്ര വലിയ കാര്യമായിട്ട് മതിപ്പൊന്നുമില്ലെങ്കിൽ പുള്ളി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ നമ്മൾ പറയും പുള്ളി മലയാളം പറയാൻ ശ്രമിക്കുന്നത് എന്നാണെങ്കിൽ നമ്മൾ പറയും മനസ്സിലായില്ല എന്ന് പറയില്ലേ, അതാണ്. അപ്പൊ ഞാൻ മാട്ലാഡു എന്ന് പറയാറുണ്ടായിരുന്നു. മാട്ലാഡു എന്ന് വെച്ചാൽ സംസാരിക്കുന്നതാണ്. കുട്ടികളോട് പറയുന്നതാണ്, അല്ലെങ്കിൽ സമപ്രായക്കാരോട് പറയുന്നതാണ്. ഞാനെപ്പോഴും ഈ കുട്ടികളോടും സമപ്രായക്കാരോടും പറയുക എന്ന് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും പറഞ്ഞു തന്നിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കുട്ടികളോട് പറയാൻ വേണ്ടിയും 2ാമത്തെ വാക്ക് ബഹുമാനപൂർവ്വമായി മുതിർന്നവരോട് പറയാൻ വേണ്ടി എന്ന് മാത്രം പറഞ്ഞു തന്നിരുന്നുള്ളൂ. 2ാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു കുട്ടികളോട് മാത്രമല്ല സമപ്രായക്കാരോടും കൂടി പറയാമെന്ന് പറഞ്ഞു തന്നിരുന്നു. ഇപ്പൊ ഞാൻ ഒരു പുതിയൊരു കാര്യം കൂടി പറയട്ടെ. ഇത് ശരിക്കും പണ്ടേ പറയണ്ടായിരുന്നു, കൺഫ്യൂഷൻ ആക്കിയില്ലെന്നുള്ളൂ. കുട്ടികളോടും സമപ്രായക്കാരോടും മാത്രമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പോലും. അതായത് ഇപ്പം ഫാമിലി മെമ്പർ എന്ന് പറയുമ്പം അനിയൻ, അനിയത്തി, ചേട്ടൻ, ചേച്ചി മാത്രമൊന്നുമല്ല. നമ്മള് കേരളത്തില് മലയാളികൾ ചേട്ടനെയും ചേച്ചിയും എപ്പോഴും ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചോണ്ട് നടക്കില്ലല്ലോ. എടാ, എടി എന്നല്ലേ വിളിക്കത്തുള്ളൂ. എന്നിട്ട് അവരോട് നീ പോടാ, നീ പോടി എന്ന് പറയും. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് തെലുഗു പ്രോപ്പറായി സംസാരിക്കുന്നവർ, തെലുങ്കന്മാർ നമ്മൾ പറയുന്ന ആ തെലുഗു സംസാരിക്കുന്ന, തെലുഗു കൾച്ചറുള്ള അവർ സ്വന്തം ഫാമിലി മെമ്പേഴ്സിനോട്, എന്ന് വെച്ചാൽ അച്ഛൻ, അമ്മ, ഈവൻ ഗ്രാൻഡ് പാരന്റ്സ്, അല്ലെങ്കിൽ അങ്കിൾ, ആന്റി, എല്ലാവരോടും ഈ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞല്ലോ. അതായത് രാ, പോ, വെള്ളു, ചെയ്, ചെപ്പു, അടവു അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് ആദ്യം അത് ഭയങ്കര ഒരു കേട്ടപ്പം ചെറിയൊരു അരോചകമായി തോന്നി. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതാണ് മുതിർന്നവരോടോ ബഹുമാനം കൊടുത്ത് സംസാരിക്കേണ്ടവരോടോ, അല്ലെങ്കിൽ അപരിചിതരോടോ, അല്ലെങ്കിൽ നമ്മുടെ മേലധികാരികളോടോ, നമ്മുടെ സുപ്പീരിയേഴ്സിനോടോ, നമ്മുടെ സീനിയേഴ്സിനോടോ എല്ലാവരോടും സംസാരിക്കേണ്ടത് ഈ ബഹുമാനപൂർവ്വമായ വാക്കാണ്. അൺടി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചിട്ടാണ്. ഒരു ഉദാഹരണത്തിന് രണ്ടി, പോണ്ടി, വെള്ളണ്ടി, പിന്നെ അടുകണ്ടി, ചെപ്പണ്ടി, ചെയ്യണ്ടി എന്ന് പറഞ്ഞു. ഈ അങ്ങനെ അതില്ലാതെ പറയുകയാണെങ്കിൽ ചെയ്, ചെപ്പു, അടുകു, രാ, പോ, വെള്ളു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നത്. അപ്പം അതേ വാക്ക് ഫാമിലി മെമ്പേഴ്സിനോട് എന്തുകൊണ്ട് സംസാരിക്കണം എന്ന് എനിക്ക് ചെറിയ തോന്നലുണ്ടായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുറച്ചും കൂടി ഒരു ഇന്റിമസി കിട്ടാൻ വേണ്ടിയായിരിക്കും, കുറച്ചും കൂടി അടുപ്പം കാണിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പം ചെപ്ര എന്ന്
നമ്മൾ നമ്മുടെ ചേട്ടനോടോ ചേച്ചിയോടോ പറയുകയാണെങ്കിൽ പറയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു ഇന്റിമസി ഉണ്ട്. അന്നേരം അവരോട് പോയി ചെപ്പണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം പറയുവാണ്, താങ്കൾ ദയവ് ചെയ്ത് പറഞ്ഞാലും എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ അവിടെ ഇൻസൾട്ട് അല്ലേ. എന്താണ് വാക്ക് ഇൻസൾട്ടിനുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് ബഹുമാനത്തിനുള്ള വാക്ക് എന്നല്ല, നമ്മൾ അതിന് എന്ത് എക്സ്പ്രഷൻ കൊടുക്കും, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പാരന്റ്സിനോടോ അങ്കിളിനോടോ അങ്കിൾസിനോടോ ആന്റിമാരോടോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനോട് സംസാരിക്കുന്ന നേരത്ത് നമ്മൾ റ എന്ന് പറഞ്ഞ വാക്ക് ഡ അല്ലെങ്കിൽ ഡി എന്ന് പറഞ്ഞ വാക്ക് വെച്ച് നമ്മൾ ചേർക്കില്ല. ഉദാഹരണം ചെപ്പു, ര, വെള്ളു അല്ലെങ്കിൽ അടുകു എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പക്ഷേ റ എന്ന് പറഞ്ഞ വാക്ക് അറിയാലോ, ഡ എന്ന് പറയാനായിട്ട് അത് ശരിക്കും സമപ്രായക്കാരോടും മുതിർന്നവരോടും നമ്മുടെ ചേട്ടൻ ചേച്ചിമാരോടും അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ മലയാളികളാണ്. എൻ്റെ ഒരു വിശ്വാസമനുസരിച്ച് നിങ്ങൾ മലയാളികളാണ് ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കതിന്റെ ആവശ്യം വരുന്നില്ല, കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നുള്ളൂ. ഇനി നമ്മൾ ആന്ധ്രയിൽ പോയി സെറ്റിൽ ആയാൽ പോലും നമ്മൾ മലയാളത്തിൽ സംസാരിക്കുള്ളൂ. പക്ഷെ അറിഞ്ഞിരിക്കുക, ഇതാണ് ഇതിന്റെ കൾച്ചർ, ഇതാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന്. ഓക്കെ, അപ്പം മാట్లాടു എന്ന് പറയുന്നത് സമപ്രായക്കാരോട്, കുട്ടികളോട്, പിന്നെ ഫാമിലി മെമ്പേഴ്സിനോട്. ഇതിന്റെ ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്നത് മാట్లాടണ്ടി. ഓക്കെ, അപ്പം ബഹുമാനം കൊടുത്ത് സംസാരിക്കുന്ന വാക്കുണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ്. ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. അണ്ടി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പം മാట్లాടണ്ടി. രണ്ടാമത്തെ വാക്ക് കുളിക്കി. കുളിക്കി എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു ചെയ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. കന്നഡയിലും അതേപോലെ തന്നെയാണ്. മാടു, മാടി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് സ്നാന എന്നാണ് കന്നഡയില് കുളി എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, നമ്മുടെ സംസ്കൃതം വാക്കാണ്, അതുകൊണ്ട് നമ്മുടെ മലയാളത്തിലും സ്നാനം എന്ന് പറഞ്ഞ വാക്കുണ്ട്. സ്നാനമാടു, സ്നാനമാടി കന്നഡയിൽ. തെലുങ്കിൽ സ്നാനം ചെയ്. ഇത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പകുതി സംസ്കൃതവും പകുതി മലയാളമാണ്. പക്ഷെ ഞാൻ പറഞ്ഞ തെലുങ്കാണ്. സ്നാനം ചെയ്, സ്നാനം ചെയ്യണ്ടി എന്ന് വെച്ചാൽ കുളിക്ക്, കുളിച്ചാലും മുതിർന്നത് പറയാനായിട്ട്. ഓക്കെ, മൂന്നാമത്തെ വാക്ക് കളിക്ക്. ആടു എന്ന് നമ്മൾ കന്നഡയിൽ പറയുന്നത്. ഞാൻ എന്തിനാ എപ്പോഴും കന്നഡ പറയുന്നത്? ഓക്കെ, തെലുങ്ക് മാത്രം പറയാം. കളിക്ക് എന്ന് പറയാനായിട്ട്, കാരണം ഞാനിവിടെ മലയാളമാണ് എഴുതിച്ചിരിക്കുന്നത്. അപ്പം ആദ്യം ആ മലയാളം എടുത്ത് പിന്നെ പെട്ടെന്ന് കന്നഡ ഓർമ്മ വരുന്നു, അപ്പോൾ ഞാൻ പറയുന്നു, പിന്നെ ഞാൻ തെലുഗാക്കി പറയുന്നു. അങ്ങനെയാണ്. നേരെ തെലുഗാണ് എഴുതി വെച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് തെലുങ്ക് പറഞ്ഞാൽ മതിയായിരുന്നു. കളിക്ക് എന്ന് പറയാനായിട്ട് ഞാൻ പറഞ്ഞു സംസാരിക്കെന്ന് പറയാനായിട്ട് മാట్లాടു എന്നാണ്. മാట్లాടു. കളിക്ക് എന്ന് പറയാനായിട്ട് ആട്ലാടു. ഓക്കെ, മാ ഇല്ല ആ. ആട്ലാടു എന്ന് വെച്ചാൽ കളിക്കൂ എന്നാണ് അർത്ഥം. ആട്ലാടു. മുതിർന്നവരോടോ അല്ലെങ്കിൽ ബഹുമാനം കൊടുത്തോ പറയേണ്ട സാഹചര്യം നമുക്ക് വരികയാണെങ്കിൽ, അങ്ങനെ വരില്ല ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദയവ് ചെയ്ത് കളിച്ചാലും എന്ന് നമ്മൾ ആരോടും പറയാറില്ലല്ലോ. ഉദാഹരണം പറയാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ വാക്കാണ് ആട്ലാടണ്ടി. ഓക്കെ, ആട്ലാടണ്ടി. മാట్లాടു, മാట్లాടണ്ടി. സ്നാനം ചെയ്, സ്നാനം ചെയ്യണ്ടി. ആട്ലാടണ്ടി. ഓക്കെ, ഈ മൂന്നെണ്ണം പറഞ്ഞു. ഈ നാലാമത്തെ വാക്ക് കിടക്ക് എന്ന് പറഞ്ഞ വാക്ക്. കിടക്ക് എന്ന് പറയാനായിട്ട് തമിഴിൽ അറിയല്ലോ, പട് എന്ന് നമ്മൾ പറയും. കന്നഡയിൽ ഞാൻ പറഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു ഇതുവരെ, അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല, കാരണം കൺഫ്യൂഷൻ ആക്കുന്നില്ല. തെലുങ്കിൽ തമിഴുമായിട്ട് ആണ് ഈ പ്രാവശ്യം കൂടുതൽ ബന്ധമുള്ള ഈ വാക്ക്. ആ വാക്കാണ് പടുക്കോ. ഓക്കെ, പടുക്കോ എന്ന് വെച്ചാൽ നിങ്ങൾ കിടക്ക്. ബഹുമാനം കൊടുത്ത് പറയുകയാണെങ്കിൽ പടുക്കോണ്ടി എന്ന് വേണം പറയാം. അപ്പം കോ എന്ന് പറഞ്ഞ വാക്കിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമുക്ക് അതിനൊപ്പം കോണ്ടി എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ഇതായി. ഒരു ഉദാഹരണത്തിന് നേർച്ചുകൊണ്ടി എന്ന് വെച്ചാൽ പഠിച്ചാലും എന്ന് പറഞ്ഞ വാക്ക്. പിന്നെ ഞാൻ പറഞ്ഞു നിഞ്ചോയിൽ വരില്ല, നിൻഷ്കൊണ്ടി. ഓക്കെ, അവിടെയും വരും. ഓക്കെ, അപ്പം ഓ എന്ന് പറഞ്ഞ ഒരു ശബ്ദത്തിലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന്റെ ഒപ്പം കോണ്ടി എന്ന് പറഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ ബഹുമാനം കൊടുത്ത് പറയേണ്ട വാക്കായി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് പടുക്കോ, പടുക്കൊണ്ടി എന്നാണ്. കിടക്ക്, ദയവ് ചെയ്ത് കിടന്നാൽ എന്ന് പറഞ്ഞ വാക്ക്. അടുത്ത വാക്ക് ഞാൻ എഴുതിയിരിക്കുന്നത് എഴുന്നേൽക്കുന്നതാണ്. അപ്പം എഴുന്നേൽക്ക് എന്ന് പറയട്ടെ, അതായത് ഉറക്കം എഴുന്നേൽക്ക് എന്നാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നിൽക്ക് എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു. നമുക്ക് മലയാളത്തിൽ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉറക്കത്തിൽ എഴുന്നേൽക്കാൻ അർത്ഥമുണ്ട്, പിന്നെ എഴുന്നേറ്റ് നിൽക്കാൻ അർത്ഥമുണ്ട് ഇല്ലേ. ഇരിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. പക്ഷെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം ആ എഴുന്നേൽക്ക് അല്ലെങ്കിൽ ആ നിൽക്ക് എന്ന് പറയുന്നത് നിഞ്ചോ ആണ്. നിഞ്ചോ, നിഞ്ചുകൊണ്ടി. ഇവിടെ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ വാക്കും അതിന്റെ ഒപ്പം ഉറക്കത്തിൽ എഴുന്നേൽക്കുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വാക്കാണ് ലേയ്. ഓക്കെ, വളരെ സിമ്പിളായ ഒരു വാക്കാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ വാക്ക്, ഇത്രയും മാത്രമേ ഉള്ളൂ, അതാണ്. അപ്പം ലേയ് എന്ന് വെച്ചാൽ എഴുന്നേൽക്ക്, ഉറക്കത്തിൽ എഴുന്നേൽക്ക്. അപ്പം ബഹുമാനം കൊടുത്ത് പറയാനായിട്ട് ലേയണ്ടി.
ബഹുമാനം കൂടുതലും പറയാറില്ല. കാരണം നമുക്ക് ദേഷ്യം വരുന്ന നേരത്തെ നമ്മൾ സാധാരണ ആൾക്കാരെ വിളിച്ചെഴുന്നേൽപ്പിക്കാറുള്ളത്. കാരണം ഉറങ്ങുന്നവർ ഉറങ്ങട്ടെ, നന്നായി കിടന്നുറങ്ങട്ടെ, ആരാമായിട്ട്. ഓക്കെ, അതാണ്. അടുത്ത വാക്ക് പാചകം ചെയ്യും. പാചകം എന്ന് പറയാനായിട്ട് അവിടെയും നമ്മുടെ മലയാളത്തിൽ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കും. കറക്റ്റാണ്. പാചകം ചെയ്യും, അല്ലെങ്കിൽ കുക്ക് ചെയ്യുക, പാചകം ചെയ്യുക. അതിന് മലയാളത്തിൽ ഒറ്റ വാക്കുണ്ടോ? ഒറ്റ വാക്കില്ല എന്നാണ് തോന്നുന്നത്. ഒറ്റ വാക്കില്ലല്ലോ? ഒറ്റ വാക്കില്ല. ഓക്കെ, ഒറ്റ വാക്കില്ല. ഓക്കെ, അപ്പം പാചകം ചെയ്യുക അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നതിന് തെലുങ്കിൽ പറയുന്ന വാക്കാണ് വൺട ചെയ്യും. ഓക്കെ, അവിടെയും ചെയ് എന്ന് പറഞ്ഞ വാക്കുണ്ട്. വൺട എന്നാണ് വരുന്നത്. വൺട ചെയ്. അതിന്റെ ബഹുമാനം കൊടുത്ത് പറയാനായിട്ട് വൺട ചെയ്യണ്ടി. വൺട ചെയ്, വൺട ചെയ്യണ്ടി. അടുത്ത വാക്കാണ് ഓടുക എന്ന് പറഞ്ഞ വാക്ക്. ഓക്കെ, ഓടുക എന്ന് പറയാനായിട്ട് രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് ചുമ്മാ ഓടുക, വേറൊന്ന് ഓടിപ്പോവുക. കൂടുതൽ നമ്മൾ ഈ ഓടിപ്പോവുക എന്ന് നമ്മൾ അധികം ഉപയോഗിക്കാറില്ലല്ലോ മലയാളികൾ. പക്ഷേ തെലുങ്കന്മാർ കുറെ ഓടിപ്പോവുക എന്ന് പറഞ്ഞ വാക്ക് കുറെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓടുക ഒറ്റ വാക്കായിട്ടും പിന്നെ ഓടിപ്പോവുക വേറൊരു വാക്കായിട്ടും എടുത്തിരിക്കുന്നത്. ഓടുക എന്നതിന് തെലുങ്കിൽ പറഞ്ഞാണ് പരിഗെത്തു. ഓക്കെ, പരിഗെത്തു. അതിന്റെ ബഹുമാനപൂർവകമായ മുതിർന്നവരോട് ഓടിയാലും എന്ന് പറയുന്നതാണ് പരിഗെത്തണ്ടി. ഞാൻ ഈ ബഹുമാനപൂർവകമായി ഇതിന്റെ മലയാളത്തിൽ പറയുന്ന നേരത്തെ എനിക്ക് ചെറിയൊരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മളങ്ങനെ പറയാറില്ല. ഒരു ഉദാഹരണത്തിന് ഇതുവരെ ഞാൻ പറഞ്ഞു സംസാരിച്ചാലും അത് നമുക്ക് വേണേൽ പറയാം, കുഴപ്പമില്ല. മലയാളത്തിൽ അങ്ങനെ വാക്കുണ്ടായിരുന്നെങ്കിൽ കുളിക്ക്, ദയവ് ചെയ്ത് കുളിച്ചാലും. നമ്മള് ശരിക്കും ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി അങ്ങനെ പറയാറുള്ളൂ. കളിക്കെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് ഇംഗ്ലീഷിൽ വേണേൽ പറയാം, പ്ലീസ് പ്ലേ, ദയവ് ചെയ്ത് കളിച്ചാലും. ഓക്കെ, പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് നമുക്കത് കോമഡി ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ അവര് എപ്പോഴും ബഹുമാനം കൊടുത്താണ് അപരിചിതരോടോ അല്ലെങ്കിൽ മുതിർന്നവരോടോ അല്ലെങ്കിൽ ബഹുമാനം എവിടേക്കാണ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് സംസാരിക്കുള്ളൂ. അതുകൊണ്ടാണ്. അടുത്ത വാക്ക് അപ്പം ഞാൻ പറഞ്ഞു പരിഗെത്തു എന്ന് വെച്ചാൽ ഓട്. ബഹുമാനം കൊടുത്ത് പറയണമെങ്കിൽ പരിഗെത്തണ്ടി എന്ന് പറഞ്ഞു വരണം. പരിഗെത്തണ്ടി. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു ഓടിപ്പോ. ഓക്കെ, ഓടിപ്പോ എന്ന് പറയാനായിട്ട് പോകുന്നതിന് പോ എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു. വെള്ളിപ്പോ എല്ലാം ഉണ്ട്. പിന്നെ അപ്പം ഈ ഓടിപ്പോ എന്ന് പറയാനായിട്ട് പാറിപ്പോ എന്നാണ് പറയുന്നത്. പാറിപ്പോ. ഓക്കെ, അതിന്റെ ബഹുമാനം കൊടുത്ത് പറയുന്ന വാക്കാണ്. മുതിർന്നവരോട് അങ്ങനെ ദയവ് ചെയ്ത് ഓടിപ്പോയാലും എന്ന് നമ്മൾ പറയാറില്ല. അത് കുട്ടികളോട് പോലും പറയാറില്ല. എന്ന് പറയുകയാണെങ്കിൽ ഉള്ള വാക്കാണ് പാറിപ്പോണ്ടി. ഓക്കെ, ഞാൻ മുൻപ് പറഞ്ഞിരുന്നു വെള്ളിപ്പോ എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ടെങ്കിലും പോവണ്ടി എന്ന് അധികം ആരും ഉപയോഗിക്കാറില്ല. കാരണം വെള്ളണ്ടി എന്ന് പറയാറുള്ളൂ. വെള്ളിപ്പോണ്ടി എന്ന് പറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ പാറിപ്പോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിന്റെ ഫോർമേഷൻ, കറക്റ്റായ ഫോർമേഷൻ. ഉപയോഗിക്കാറുണ്ടോ ഇല്ലയോ അത് വേറെ വിഷയമാണ്. അടുത്ത വാക്ക് പാട്ട് പാടാനാണ്. പാട്ട് പാടാനായിട്ട് മലയാളത്തിൽ പാടു, തമിഴിൽ പാട്, കന്നഡയിൽ ഹാഡു, പിന്നെ തെലുങ്കിൽ പാടു. കേൾക്കാൻ ഇഷ്ടമല്ലേ? ഓക്കെ, പാടു ഹാഡു പാടു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പറയാം. പാടു ഹാഡു, അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. തെലുങ്കിൽ പാടു എന്ന് പറയാനായിട്ട് പാടു ആണ്. അപ്പം ഞാനിവിടെ ഡു എന്നാണ് എഴുതിയിരിക്കുന്നത്, ടു എന്നല്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ തെലുങ്കിലും കന്നഡയിലൊക്കെ എഴുതുന്ന പോലെയാണ് അവർ വായിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ മലയാളത്തിൽ നമ്മൾ ഈ ട് എന്ന് എഴുതിയിട്ട് നമ്മൾ അതിനെ പാട് എന്നാണ് പറയുന്നത്. പക്ഷേ തെലുങ്കിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡു എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം പാടണ്ടി സിമ്പിൾ ആണ്. ഇനി അടുത്തത് നോക്ക് എന്ന് പറയാനായിട്ട് വളരെ സിമ്പിളായ വാക്കാണ് ചൂടു. ഓക്കെ, ചൂടണ്ടി. ചൂടു എന്ന് വെച്ചാൽ കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ ഫാമിലി മെമ്പേഴ്സിനോടോ നോക്കാൻ പറയുന്നതാണ്. ഇനി മുതിർന്നവരോട് പറയണമെങ്കിൽ ചൂടണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നോക്കിയാലും. ഓക്കെ, അപ്പൊ ഇന്നത്ര മതി. ഞാൻ കഴിഞ്ഞ 2 പ്രാവശ്യവും ക്രിയകളെ പറ്റി പറഞ്ഞു തന്നപ്പം അതിന്റെ ഒപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നത്. ഒരു ഉദാഹരണത്തിന് രാ എന്ന് പറഞ്ഞ വാക്ക് വാ എന്നാണ്. ചെയ്യുന്നത് പറയാനായിട്ട് രാവടം. വെള്ളു എന്ന് വെച്ചാൽ പോ എന്നാണ്. പോകുന്നത് എന്ന് പറയാനായിട്ട് വെള്ളടം എന്ന് പറഞ്ഞിരുന്നു. ചെപ്പു, ചെപ്പടം, അങ്ങനെയൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഈ പ്രാവശ്യം ഈ 10 ക്രിയകൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നില്ല. കാരണം അത് ശരിക്കും നമുക്ക് തന്നെ ഫോം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ മാట్లాടു എന്ന് പറഞ്ഞ വാക്ക്. മാట్లాടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്നതാണല്ലോ. അതിനൊപ്പം മാట్లాടണം എന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ സ്നാനം ചെയ്യണം, നമുക്കത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ.
മാట్లాടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പറഞ്ഞാൽ സംസാരിക്കുന്നത്, സ്നാനം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആട്ടിലാടണം, പടുക്കോവടം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ ഏതൊക്കെ വാക്കുകളാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആ വാക്കുകൾ ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് തിന്നടം, ഭോജനം ചെയ്യണം, താകടം, ഇവിടം, സഹായം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്നോട് ആരോ ചോദിച്ചാൽ നിൻചോ എന്ന് പറഞ്ഞ വാക്കിന്റെ നിൽക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അത് ഞാൻ കമന്റിൽ ഞാൻ രേഖപ്പെടുത്തുന്നതായിരിക്കും. അപ്പം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ തന്നെ ഒരു ഹോംവർക്ക് ചെയ്ത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഭാഷ ഉപയോഗിക്കാൻ പറ്റി വരില്ല. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ആന്ധ്രാപ്രദേശിലോ തെലങ്കാനയിലോ പോയിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്, അതുകൊണ്ട് തെലുങ്ക് പഠിക്കുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചുമ്മാ കേരളത്തിൽ താമസിക്കുന്ന ഒരു മലയാളിയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങളിത് ശരിക്കും ഓർത്തിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലിരിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞു നോക്കുക, എഴുതുക, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ എഴുതി വെക്കുക. അതിനുശേഷം എന്തെങ്കിലും ഞാനിങ്ങനെ പറയുന്ന നേരത്ത് അത് എഴുതി നോക്കുക, ശ്രമിച്ചു നോക്കുക പറയാൻ പറ്റുമോ എന്ന്, ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന്. സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. കമന്റിലൂടെ അല്ലെങ്കിൽ ടെലിഗ്രാം ലിങ്ക് ഞാൻ പണ്ടെപ്പോഴോ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയ്ക്കും കൊടുക്കാൻ ഞാൻ ശ്രമിക്കാം. അത്രയും പറയുന്നുള്ളൂ. ഓക്കെ, വീണ്ടും ഒന്ന് റീക്യാപ്പ് ചെയ്യാം. സംസാരിക്കുന്ന പറയാനായിട്ട് മാట్లాడు మాట్లాడండి, കുളിക്കുന്ന പറയാനായിട്ട് സ്നാനം ചെയ്യണ്ടി, കളിക്കുന്ന പറയാനായിട്ട് ആട്ടിലാടു ആട്ടിലാടണ്ടി, കിടക്കുന്ന പറയാനായിട്ട് പടുക്കോണ്ടി, പിന്നെ എഴുന്നേൽക്കുന്ന പറയാനായിട്ട് ലേയണ്ടി, പാചകം ചെയ്ത് പറയാനായിട്ട് వంట ചെയ്യണ്ടി, ഓടുന്ന് പറയാനായിട്ട് പരിഗെത്തണ്ടി, ഓടിപ്പോന്ന് പറയാനായിട്ട് പാറിപ്പോണ്ടി, പിന്നെ പാടാൻ പറയാനായിട്ട് പാടണ്ടി, പിന്നെ നോക്കാന് അല്ലെങ്കിൽ കാണാന് പറയാനായിട്ട് ചൂടണ്ടി. ഓക്കെ, അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.